എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സ് നോക്കാം അല്ലേ. 20 ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. 20ൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 16ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? 16ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയാണ്. ഓപ്ഷൻ ഡി ആണ് വരിക അല്ലേ. ഒന്നാമത്തത് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഡോക്ടർ അരവിന്ദ് പനഗരിയ 16ാമത്തെ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2024 അറബിക്കടലിൽ സൊമാലിയൻ തീരത്ത് അജ്ഞാത സംഘത്തിൻ്റെ കയ്യിൽ നിന്നും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ഒരു ലൈബീരിയൻ ചരക്ക് കപ്പലുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ലൈബീരിയൻ ചരക്ക് കപ്പൽ അറബിക്കടലിൽ എന്തായി പോയിട്ടുണ്ടായിരുന്നു? അജ്ഞാത സംഘത്തിൻ്റെ കയ്യിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും നമ്മുടെ ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചു. ഏത് കപ്പലാണത്? 2024 MV ലീല നോർഫോക്ക് ആണ് കേട്ടോ. MV ലീല നോർഫോക്ക്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരിക. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, 2024 മാർച്ചിൽ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച പശുപതി കുമാർ, നല്ല പേരാ അല്ലേ, പശുപതി കുമാർ ബാക്കിയും കൂടി ഉണ്ട് കേട്ടോ, പരസ്പതി കുമാർ പരസ് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് ഏതാണ്? അപ്പോൾ 2024 മാർച്ചിൽ നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നും ഒരു മന്ത്രി രാജിവെച്ചു. അതാണ് പശുപതി കുമാർ പരസ്. അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് ഏതെന്നാണ് ചോദ്യം. അപ്പം പശു എന്ന് കണ്ടതുകൊണ്ട് ഇവിടെ മൃഗം, ഗോത്രം എന്നൊക്കെ ഓപ്ഷനിലുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. നമ്മളെ തെറ്റിക്കാൻ വേണ്ടി കൊടുത്ത ഓപ്ഷൻസ് ആയിരിക്കണം അതൊക്കെ. മൃഗം, ഗോത്രം എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് പേരിനനുസരിച്ചൊന്നല്ലല്ലോ ആളുകൾക്ക് വകുപ്പ് കൊടുക്കുക. അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഭക്ഷ്യ സംസ്കരണ വ്യവസായം. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക കേട്ടോ. 3C. നാലാമത്തെ ചോദ്യം, കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു നമ്മുടേത്? ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കേട്ടോ. ധനകാര്യൻ കമ്മീഷൻ ചെയർമാനാണ് ആദ്യം നമ്മൾ ചോദിച്ചത്, അരവിന്ദ് പനഗരിയ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോരുത്. എല്ലാവരും ഒരേ ഓപ്ഷനിൽ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അങ്ങനെ വന്നാലൊക്കെ നമ്മൾ ചിലപ്പോൾ പെട്ടുപോകും. കാരണം ഓപ്ഷനിൽ ചാടിക്കേറിയ ചെയ്യാനുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ടല്ലോ. കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡിയിലെ രാജീവ് കുമാറാണ്. അപ്പം നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, രാജീവ് കുമാർ, കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഓക്കെ. ഇനി അഞ്ചാമത്തെ ചോദ്യം, 2024 മാർച്ചിൽ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത വനിത ആരാണ്? 2024 മാർച്ചിൽ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത വനിത ഓപ്ഷൻ എ തന്നെയാണ്, സുധാമൂർത്തിയാണ്. ഓപ്ഷൻ എ, സുധാമൂർത്തി. ആറാമത്തെ ചോദ്യം, ആഭ്യന്തര സംഘർഷം രൂക്ഷമായ ഏത് രാജ്യത്തുള്ള ഇന്ത്യക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാനുള്ള പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ ഇന്ദ്രാവതി? ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പറേഷൻ ഇന്ദ്രാവതി ഒന്ന് നോക്കി വെച്ചോ. ആഭ്യന്തര സംഘർഷം രൂക്ഷമായ ഏതോ ഒരു രാജ്യത്തെ ഇന്ത്യക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി, ഹെയ്ത്തി ആണ് വരിക. ഓപ്ഷൻ സി, ഹെയ്ത്തി. ഏഴാമത്തെ ചോദ്യം, 2023 ഗോവയിൽ നടന്ന 37ാമത് ദേശീയ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ കേരളത്തിൻ്റെ സ്ഥാനം. 2023 ഗോവയിൽ വെച്ചിട്ട് ദേശീയ ഗെയിംസ് നടന്നിട്ടുണ്ടായിരുന്നു, 37ാമത്തെ. അതിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ് മെഡൽ പട്ടിക നോക്കുമ്പോൾ? 5ാം സ്ഥാനമാണ്. ഓപ്ഷൻ ഡി, 5ാം സ്ഥാനം. എട്ടാമത്തെ ചോദ്യം, ഇത് നമ്മൾ ഓൾറെഡി നോക്കിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓർമ്മയുണ്ടോ നോക്കാം. ഏത് രോഗത്തിനെതിരായ ലോകത്തിലെ ആദ്യത്തെ വാക്സിനാണ് ഇക്സിഗ്? അത് പേര് തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ ബി ഏത് വരും? ചിക്കുൻ ഗുനിയ വരും. 8 ഓപ്ഷൻ ബി, ചിക്കുൻ ഗുനിയ. ഒൻപതാമത്തെ ചോദ്യം, കടലാസ് രഹിത ബജറ്റ് അവതരിപ്പിച്ച കേരളത്തിലെ ആദ്യ ബ്ലോക്ക് പഞ്ചായത്ത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കടലാസ് രഹിത ബജറ്റ് അവതരിപ്പിച്ച കേരളത്തിലെ ആദ്യ ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂരാണ്. ഓക്കെ.
10ാമത്തെ ചോദ്യം, അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് രാജ്യത്താണ്? എന്താണ് അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു? 10ാമത്തെ ചോദ്യമാണ്. ഏതാണ്? ഓപ്ഷൻ സി ഐസ്ലൻഡ് ആണ്. അപ്പോൾ ഐസ്ലാൻഡ് എന്നൊക്കെ പറയുമ്പോൾ ഐസൊക്കെ അല്ലേ, അവിടെയൊന്നും അഗ്നിപർവ്വതം ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കേണ്ട. ഞാൻ വെറുതെ പറയുവാണ്, നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഐസ്ലൻഡ് ആണ് കേട്ടോ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പം അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഐസ്ലൻഡ്. 11ാമത്തെ ചോദ്യം, 2024 മാർച്ചിൽ നാറ്റോയിലെ 32ാമത് അംഗമായ രാജ്യം, നാറ്റോയിൽ 32ാമത് അംഗമായ രാജ്യം ഓപ്ഷൻ എ സ്വീഡൻ ആണ്. ഓപ്ഷൻ എ സ്വീഡൻ. 12, 2024 ജ്ഞാനപാന പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഓപ്ഷൻ സി രാധാകൃഷ്ണൻ കാക്കശ്ശേരി. രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 13, 2024 സംഗീത കലാനിധി പുരസ്കാരം നേടിയത് ആരാണ്? കെ എസ് ചിത്ര, എസ് ജയചന്ദ്രൻ, സുജാത മോഹൻ ഒക്കെ നമ്മുടെ ഓപ്ഷൻസിലുണ്ട്. അവരൊന്നുമല്ല. ഓപ്ഷൻ എ ടി എം കൃഷ്ണയാണ് കേട്ടോ. ടി എം കൃഷ്ണ. സംഗീത കലാനിധി പുരസ്കാരം 2024. അടുത്തത് 2024 ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ലോക ജലദിനം പ്രമേയം എന്തായിരുന്നു? നമ്മൾ പണ്ട് പോസ്റ്ററൊക്കെ ഉണ്ടാക്കുമ്പം വാക്കുകൾ എഴുതൂലേ, അതേപോലെ ജലം നിലനിൽപ്പിന് കേട്ടിട്ടുണ്ട്, ജലം ആരോഗ്യത്തിന് അതും നമ്മൾ കേട്ടിട്ടുണ്ട്, ജലം അതിജീവനൊക്കെ ഓക്കെ. നമ്മൾ കേൾക്കാത്ത നല്ലൊരു വെറൈറ്റി അല്ലേ ജലം സമാധാനത്തിന്. അങ്ങനെ നമ്മൾ അധികം എഴുതി ഇല്ലല്ലോ. അപ്പോൾ ഒരു വെറൈറ്റി പിടിച്ചതാണ് ജലം സമാധാനത്തിന്. ബാക്കിയൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പോസ്റ്ററൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ എഴുതാറില്ലേ. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഏത് സെലക്ട് ചെയ്യാം? ഓപ്ഷൻ സി ജലം സമാധാനത്തിന്. 15ാമത്തെ ചോദ്യം, തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് മാർക്ക് 1A ഇത് ഏത് ഇനത്തിൽ പെടുന്നതാണ്? തേജസ് മാർക്ക് 1A യുദ്ധവിമാനത്തിൽ വരുന്നതാണ്. ഓപ്ഷൻ എ യുദ്ധവിമാനമാണ് കേട്ടോ. ഓക്കെ, തേജസ് മാർക്ക് 1A യുദ്ധവിമാനം. 16ാമത്തെ ചോദ്യം, 2022 PK കാളൻ, ഇവിടെ പോയി കാളൻ തന്നെയാണ് കേട്ടോ, നിങ്ങൾ തെറ്റിപ്പോയതെന്ന് വിചാരിക്കേണ്ട, അറിയുന്നവരുണ്ടാവും കേട്ടോ. പെട്ടെന്ന് ഞാനും ചിന്തിച്ചു അയ്യോ ഇത് ഏത് അവാർഡാണെന്നല്ലേ. കാളൻ അവാർഡ്. അദ്ദേഹം ഫോക്ലോർ അക്കാദമിയുടെ മുൻ ചെയർമാനായിരുന്നു കേരള. ഓക്കെ, അപ്പോൾ ആ ഒരു മേഖലയിലൊക്കെയുള്ള നമ്മുടെ പൈതൃകം സംരക്ഷിക്കുക, അനുഷ്ഠാന കലകൾ, അങ്ങനത്തെ നമ്മൾ മറന്നു പോകുന്ന കുറേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്ന് പഠനം നടത്തുന്നതും ജനങ്ങളിൽ ശ്രദ്ധേയമാക്കുന്നതിനൊക്കെയാണ് ഈ ഒരു അവാർഡ് അധികം കൊടുക്കുന്നത്. അപ്പോൾ PK കാളൻ അവാർഡ് ജേതാവ് ആരാണ്? ശ്രദ്ധിക്കണം, 2022 ചോദിച്ചത്. അതുകൊണ്ട് ഓപ്ഷൻ എ കെ കുമാരനാണ്. 2023 ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ചെറുവയൽ രാമനാണ് കേട്ടോ. ചെറുവയൽ രാമനാണ്. ഓക്കെ, 17ാമത്തെ ചോദ്യം, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ ഉണ്ടായ തീപിടുത്തം അറിയാമായിരുന്നല്ലോ. അത് കഥാതന്തുവായി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം ഏതാണ്? ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലുണ്ടായ തീപിടുത്തം. ഓപ്ഷൻ ബി ഇതുവരെ എന്ന സിനിമയാണ് കേട്ടോ. ഇതുവരെ. 18, 2024 വനിതാ പ്രീമിയർ ക്രിക്കറ്റ് ലീഗിൽ ടൂർണമെൻറ്റിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? വനിതാ പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് ടൂർണമെൻ്റാണേ. അതിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദീപ്തി ശർമ്മയാണ്. ഓപ്ഷൻ സി ദീപ്തി ശർമ്മ. ഓക്കെ. 19, 33ാമത് സരസ്വതി സമ്മാൻ ജേതാവ്. ഇതും നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. പ്രഭാവർമ്മയാണ് അല്ലേ. ഓപ്ഷൻ ബി പ്രഭാവർമ്മ. 20 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏത് പദ്ധതിയെ പറ്റി പഠിക്കാൻ നിയോഗിക്കപ്പെട്ടതാണ് VK പോൾ കമ്മിറ്റി? ആയുഷ്മാൻ ഭാരതാണ്. ആയുഷ്മാൻ ഭാരത് കേട്ടോ. അപ്പം 20 ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ജസ്റ്റ് പറഞ്ഞു പോയിട്ടുള്ളൂ. കൂടുതൽ എക്സ്പ്ലനേഷനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അറിയാം. എന്നാലും കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാമല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യൂ. ഓൾ ദ ബെസ്റ്റ്.